അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡൈപോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ടു ഈക്വൽ ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റ് ബൈ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് ഡൈപോൾ എന്ന് പറയുന്നത്. ഇനി ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫീൽഡ് ഓഫ് എ ഡൈപോൾ. അപ്പോൾ ഞാൻ ഡൈപോൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജ് ഇത് പ്ലസ് ക്യൂ ചാർജ്. ഈ രണ്ട് ചാർജുകൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷൻ 12 ആണ്. ഇതിന്റെ ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് രണ്ട് പോയിന്റിലെ ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ആക്സിയൽ പോയിന്റും രണ്ടാമത്തെ ഇക്വേറ്റർ പോയിന്റ്. ആക്സിയൽ പോയിന്റിലെ ഫീൽഡും കണ്ടുപിടിക്കണം, അതുപോലെ ഇക്വേറ്റർ പോയിന്റിലെ ഫീൽഡും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നോക്കാം, ഓരോന്നോരം നോക്കാം. ഒന്നാമത്തത് ഫീൽഡ് അലോങ് ആക്സിസ്. ആക്സിസിലെ ഫീൽഡ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഒരു മൈനസ് ക്യൂ ചാർജ്, ഒരു പ്ലസ് ക്യൂ ചാർജ്. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഞാൻ 2L എന്ന് സങ്കല്പിക്കുന്നു. ഈ ഡൈപോളിന് പേര് കൊടുക്കുന്നു, ഞാൻ AB എന്ന് പേര് കൊടുക്കും. ഡൈപോളിന്റെ പേര് AB. അപ്പൊ ഡൈപോളിന്റെ മിഡ് പോയിന്റ് മുതൽ ചാർജ് വരെയുള്ള അകലം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലെങ്ത് L ആയിരിക്കും. 12ന്റെ പകുതി. മൊത്തം ലെങ്ത് 12. അപ്പൊ പകുതി 12/2, ഹാഫ് ഓഫ് 12. അപ്പൊ L അല്ലേ. ഞാൻ ഇവിടുന്ന് ആക്സിയൽ പോയിന്റിൽ ഒരു പോയിന്റ് P സങ്കല്പിച്ചാണ്. ഒരു പോയിന്റ് P. ഈ പോയിന്റ് Pയിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റ് P ഇരിക്കുന്നത് ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും, ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും 6 അകലെയാണ് സങ്കല്പിക്കുക. ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്ന് 6 അകലത്തിലാണ് ഞാൻ എടുത്തേക്കുന്ന പോയിന്റ് P ഇരിക്കുന്നത്. ക്ലിയർ ആവും? അപ്പൊ AB എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോള്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജ്, സെപ്പറേഷൻ 2L, മിഡ് പോയിന്റിലുള്ള അകലം L. ആ ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ആക്സിയൽ ലൈനിലേക്കുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. അതിരിക്കുന്ന ഡിസ്റ്റൻസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗർ നോക്കിയാൽ A മുതൽ ഈ മിഡ് പോയിന്റിൽ O എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ, മിഡ് പോയിന്റ് O എന്ന് പേര് കൊടുത്താൽ AO ലെങ്ത് എത്ര? L ആണ്. AO ലെങ്ത് L ആണ്, ആണല്ലോ. അങ്ങനെയെങ്കിൽ AP എത്ര? AP എന്ന് പറഞ്ഞാൽ A മുതൽ P വരെയുള്ള അകലമെന്ന് പറയുന്നത് എത്ര? R+L അല്ലേ? കാരണം മിഡ് പോയിന്റ് മുതൽ പോയിന്റ് P വരെ 6ഉം ബാക്കിയുള്ള L. അപ്പൊ R+L. അങ്ങനെയാണെങ്കിൽ BP എത്രയായിരിക്കും? B മുതൽ P വരെ എത്രയായിരിക്കും? B മുതൽ P വരെ മിഡ് പോയിന്റ് തൊട്ട് ഇതുവരെ 6, ഇതുവരെ L. ഈ ലെങ്ത് L, ഇത് മൊത്തം 6. അപ്പൊ ബാക്കി BP എത്ര? R-L. അപ്പൊ AP ഡിസ്റ്റൻസ് R+L ആണെങ്കിൽ BP ഡിസ്റ്റൻസ് R-L ആണ്. ഓക്കെ. ഇനി ഈ പോയിന്റ് Pയിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് വരും? പ്ലസ് ക്യൂ ചാർജിന്റെ ഫീൽഡും വരും, മൈനസ് ക്യൂ ചാർജിന്റെ ഫീൽഡും വരും. വരത്തില്ലേ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0. ഓർമ്മയുണ്ടല്ലോ? ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡ് ബൈ R² ആണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 Q ബൈ R². അത് അറിയാനുള്ള സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് അറ്റ് P ഡ്യൂ ടു ചാർജ് അറ്റ് A എത്ര? ചാർജ് അറ്റ് A എന്ന് പറയുമ്പോൾ Q ആണ് ചാർജ്, ആണല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് AP ആണ്, അത് R+L ആണ്. എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാമല്ലോ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു ചാർജ് അറ്റ് A E1 എന്ന് എഴുതിയാൽ, ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് എഴുതിയാൽ എത്ര? E1 is equal to 1/4πε0 Q ഡിവൈഡ് ബൈ R². R²ന് പകരം ഡിസ്റ്റൻസ് ആയിട്ട് വരുന്ന ഏതാ? AP അല്ലേ? അപ്പൊ R+L അല്ലേ? അപ്പൊ R-ന് പകരം R+L വന്നാൽ R²ന് പകരമോ? R²ന് പകരം R+L the whole square വരണ്ടേ? അപ്പൊ ഈക്വൽ ടു Q ബൈ R+L the whole square. ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം.
ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടെന്ന് വരും പറഞ്ഞു നോക്കി. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടാ? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. പ്ലസ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് പുറത്തേക്കും വരും, മൈനസ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് അകത്തേക്കും വരും. പ്ലസ് ചാർജിന്റെ ഫീൽഡ് പ്ലസിൽ നിന്ന് പുറത്തേക്കാണ്, മൈനസിന്റെ ഫീൽഡ് മൈനസിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ -q ചാർജ് എടുത്തേക്കുന്നെങ്കിൽ ഇവിടുത്തെ ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നെഗറ്റീവിലേക്കായിരിക്കത്തില്ലേ? എന്ന് വെച്ചാൽ എലോങ് പി ആയിരിക്കത്തില്ലേ? പി മുതൽ എയിലോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരിക്കും ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E1. മനസ്സിലാവോ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ചാർജ് ആണെങ്കിൽ പ്ലസിൽ നിന്ന് പുറത്തേക്ക്, മൈനസ് ചാർജ് ആണെങ്കിൽ അകത്തേക്ക്. അപ്പൊ ഈ ചാർജിന്റെ ഫീൽഡ് ഇവിടെ ഇങ്ങോട്ടേ വരുള്ളൂ, നെഗറ്റീവിലേക്ക് വരുള്ളൂ. എന്ന് വെച്ചാൽ പി നിന്ന് എയിലേക്ക് വരുള്ളൂ. അതാണ് ഡയറക്ഷൻ E1 കൊടുത്തേക്കുന്നത്. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടാ? ഡയറക്റ്റഡ് ടുവേഴ്സ് പി. ഓക്കെ ആണല്ലോ. ഇനി ഈ മൈനസ് ചാർജിന് മാത്രമല്ലല്ലോ ഫീൽഡ് ഉള്ളത്, പ്ലസ് ചാർജിന് ഫീൽഡ് ഇല്ലേ? അപ്പൊ ഈ പ്ലസ് ചാർജിന്റെ ഫീൽഡ് പിയിൽ എത്ര? അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ചാർജ് അറ്റ് ബി E2 എത്ര? E2 എങ്ങനെ എഴുതാം? E2 is equal to 1/4πε0 Q divided by R square. അവിടെ R എത്ര? BP ആണ് ഡിസ്റ്റൻസ്. BP മീൻസ് R minus L ആണ്. അപ്പോൾ ഈക്വൽ ടു Q by R minus L the whole square എഴുതാം. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഒന്ന് കിട്ടിയത് R plus L the whole squareും രണ്ടാമത്തത് Q by R minus L the whole squareും കിട്ടി. എങ്ങനെയാണ് R plus Lഉം R minus Lഉം വന്നത് മനസ്സിലായിക്കാം. എ മുതൽ പി വരെ ഡിസ്റ്റൻസ് R plus L ആണെങ്കിൽ ബി മുതൽ പി വരെ R minus L ആണ്. അപ്പോൾ R plus L the whole square R minus L the whole square ആയി. ഇനി ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ പ്ലസ് ചാർജ് കൊടുക്കുന്ന ഫീൽഡ് എങ്ങോട്ടാണ്? പ്ലസിന്റെ ഫീൽഡ് എപ്പോഴും പുറത്തേക്കാണ്. അപ്പോൾ പ്ലസിന്റെ ഫീൽഡ് ബിന്ന് പിയിലേക്കാണ്. അപ്പൊ ഇങ്ങനെ ബിന്ന് പിയിലേക്ക് പുറത്തേക്ക്, നെഗറ്റീവിന്റെ അകത്തേക്ക് പോസിറ്റീവിന്റെ പുറത്തേക്കുമാണ്. അപ്പൊ എന്ത് വരും? E2. ഓക്കെയോ? അപ്പൊ പോയിന്റ് പിയിൽ എത്ര ഫീൽഡായി? പ്ലസ് ചാർജിന്റെ ഫീൽഡ് വന്നു, മൈനസ് ചാർജിന്റെ ഫീൽഡ് വന്നു. പ്ലസിന്റെ ഫീൽഡുമായി മൈനസിന്റെ ഫീൽഡുമായി ആ രണ്ട് ഫീൽഡുകളുടെ ഡയറക്ഷൻ നോക്കി. ഒരേ ഡയറക്ഷനിലാണോ? അല്ല, ഓപ്പോസിറ്റ് അല്ലേ? E1 ലെഫ്റ്റ് ആണെങ്കിൽ E2 റൈറ്റ് അല്ലേ? ഇനി E1 E2 ഈക്വൽ ആണോ നോക്കി. E1 എന്ന ഫീൽഡും E2 എന്ന ഫീൽഡും ഈക്വൽ ആണോ? അല്ല. കാരണം ഒന്ന് R plus L the whole squareും R minus L the whole squareുമാണ്. അപ്പോൾ ഡിഫറൻ്റ് ആണ്. അപ്പം സെയിം ആയിരുന്നുവെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു, സെയിം ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും? അവ ക്യാൻസൽ ആയി പോകും. E1 E2 ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടന്റ് ഫീൽഡ് 0 ആയി പോയി. പക്ഷേ ഇവിടെ ഏതാ? ഒരു ഫീൽഡ് കുറവും ഒരു ഫീൽഡ് കൂടുതലുമാണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ റിസൾട്ടന്റ് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും? റിസൾട്ടന്റ് ഫീൽഡ് എന്ന് പറയുന്നത് വലിയ ഫീൽഡിൽ നിന്ന് ചെറിയ ഫീൽഡ് കുറച്ചാൽ മതി, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. വെക്ടറിന്റെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടന്റ് P minus Q എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടുത്തെ ഏത് ഫീൽഡാണ്? E1 ആണോ E2 ആണോ വലുത് എന്ന് ആലോചിക്കുക ആദ്യം. ഏതാ വലുത്? ഡിനോമിനേറ്ററിൽ R plus L വന്നിട്ടുണ്ട്, R minus L വന്നിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ R minus L ആണ് വന്നേക്കുന്നെങ്കിൽ അതിൻ്റെ വാല്യൂ കുറവല്ലേ? ഈ R minus Lന്റെ വാല്യൂ കുറവല്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ R minus L വന്നാൽ ഫലം എന്ത് ചെയ്യും? കൂടത്തില്ലേ? അപ്പോൾ ഏത് വലുത്? E2 വലുതും E1 ചെറുതുമല്ലേ? ക്ലിയർ ആവുമോ? E2 എങ്ങനെ വലുതായി? E2ന്റെ ടൈം R minus L താഴെയാണ്, E1ന്റെ ടൈം R plus L താഴെയാണ്. R plus L വലുതും R minus L ചെറുതുമല്ലേ? അപ്പം ഡിനോമിനേറ്ററിൽ ചെറിയ വാല്യൂ വന്നാൽ ഫലം എന്ത് ചെയ്യും? വലുതാകത്തില്ലേ? അപ്പം E1 ആണോ E2 ആണോ വലുത്? E2 അല്ലേ വലുത്. അപ്പം റിസൾട്ടന്റ് ഫീൽഡ് എഴുതാം. നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു നെറ്റ് ഫീൽഡ് E ഈസ് ഈക്വൽ ടു എഴുതാം E2 മൈനസ് E1 എന്ന് എഴുതാം. റിസൾട്ടന്റ് ഫീൽഡ് E2 മൈനസ് E1. ഇനി E2ന്റെ E1ന്റെ വാല്യൂ കൊടുത്തേ. അങ്ങനെ E2ന്റെ E1ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് കുറേ ടൈം വരുന്നുണ്ട്.
അപ്പോൾ ഈക്വൽ ടു 1/4πε0 q രണ്ടിലും കോമൺ ഇല്ലേ? q/4πε0 രണ്ടിലും കോമൺ ഇല്ലേ? ബാക്കി എത്രയുണ്ട്? ബാക്കി 1/r - l the whole square minus 1/r plus l the whole square എന്ന് വന്നോ? ക്ലിയർ ആവൂലേ? q ഡിവൈഡ് ബൈ 4πε0 പുറത്തെടുത്താൽ ബാക്കി 1/r plus l the whole square, ബാക്കി ഇവിടെ 1/r minus l the whole square. അപ്പൊ r plus l the whole square ആയി, r minus l the whole square ആയി. ഇനി ഇവിടെ LCM എടുക്കുക. LCM എടുക്കുന്നത് എങ്ങനെയാ? ഈക്വൽ ടു q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു ഇത് LCM എടുക്കാൻ അറിയാലോ, r plus l the whole square minus r minus l the whole square. മുകളിൽ ഇത് ഇവിടെ വന്നു, ഇത് അവിടെ പോയി, ബൈ r minus l the whole square into r plus l the whole square. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി ഈ മുകളിലത്തെ താഴത്തെ ടേം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. എക്സ്പാൻഡ് ചെയ്താൽ r plus l the whole square minus r minus l the whole square എക്സ്പാൻഡ് ചെയ്താൽ ഈക്വൽ ടു q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു r സ്ക്വയർ പ്ലസ് 2rl പ്ലസ് l സ്ക്വയർ. ആദ്യത്തെ a പ്ലസ് b ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പുറത്ത് r മൈനസ് l ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക, r സ്ക്വയർ മൈനസ് 2rl പ്ലസ് l സ്ക്വയർ എന്ന് വരും. താഴെയോ r മൈനസ് l ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് l ഹോൾ സ്ക്വയർ. അതെങ്ങനെ എഴുതാം? r സ്ക്വയർ മൈനസ് l സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. കാരണം r മൈനസ് l ദ ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് l ദ ഹോൾ സ്ക്വയർ അല്ലേ വന്നേക്കുന്നത്. ഇതിനെ r മൈനസ് l ഇൻറ്റു r മൈനസ് l എന്ന് എഴുതിക്കൂടെ ഹോൾ സ്ക്വയറിനെ? അടുത്തത് r പ്ലസ് l ഇൻറ്റു r പ്ലസ് l എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഒരു a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി, അടുത്ത a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി. അപ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ r സ്ക്വയർ മൈനസ് l സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി, r സ്ക്വയർ മൈനസ് r സ്ക്വയർ ക്യാൻസൽ ആയി പോകില്ലേ? പ്ലസ് 2rl മൈനസ് മൈനസ് പ്ലസ് 2rl, അപ്പോൾ 2rl 2rl 4rl ആയില്ലേ? എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ, അപ്പോൾ എൽ സ്ക്വയറിങ് ക്യാൻസൽ ആയി പോയി. മുകളിലത്തെ ടൈമിൽ എൽ സ്ക്വയറിങ് ക്യാൻസൽ ആയി പോയി, മുകളിലത്തെ ടൈമിൽ ആർ സ്ക്വയറിങ് ക്യാൻസൽ ആയി പോയി. ബാക്കി എത്ര? 2rl പ്ലസ് 2rl 4rl ആയില്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു 4rl ഡിവൈഡ് ബൈ r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടി? q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു എന്ത് കിട്ടി? 4rl ബൈ r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. ഇതിന് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ 1/4πε0 ഇങ്ങനെ എടുത്തു. ബാക്കി ഒരു q ഉണ്ട്, 2rl ഉണ്ട്. അതിൽ നിന്ന് q ഇൻറ്റു 2l ഞാൻ സെപ്പറേറ്റ് ചെയ്തു. q-ന് 2l. അപ്പോൾ q എടുത്തു, 2 എടുത്തു, l എടുത്തു, ബാക്കിയുള്ള 2r അല്ലേ? 4rl നിന്ന് 2 എടുത്തു, ബാക്കി 2, l എടുത്തു, ബാക്കി r അല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര? 2r ബൈ r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. മനസ്സിലാവും? മനസ്സിലായി? എന്താ q ഇൻറ്റു 2l? ആ ഡൈപോൾ മൊമെൻ്റ് അല്ലേ? അപ്പോൾ ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2pr ബൈ ഇതിന് p എന്ന് കൊടുത്തു, 2 ആദ്യം എഴുതി, r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിക്കേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിക്കേഷൻ ആണ് 1/4πε0 2pr ബൈ r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നിങ്ങൾ എടുക്കുന്ന ഡൈപോൾ ഷോർട്ട് ഡൈപോൾ ആണെങ്കിലോ? ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ ഉള്ള പ്രത്യേകം എന്നറിയാമോ? ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ ഈ r വളരെ ചെറുതായിരിക്കും, l വളരെ വലുതായിരിക്കും.
ഡൈപോൾ സെപ്പറേഷൻ വളരെ ചെറുത്, മിഡ് പോയിന്റിൽ നിന്നുള്ള അകലം വളരെ വലുത്, അതാ ഷോർട്ട് ഡൈപോൾ. അപ്പോൾ എന്ത് ചെയ്യാം? ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ എൽ. ആർ എല്ലിനേക്കാൾ വളരെ വലുതായാൽ ആർ സ്ക്വയർ അതിനേക്കാൾ വലുതാവും. അപ്പോൾ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എങ്ങനെ എഴുതാം? ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഈസ് ന്യൂമറിക്കലി ആർ സ്ക്വയർ എന്ന് വരും. ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു ചെറിയ ക്വാണ്ടിറ്റി മൈനസ് ചെയ്താൽ എഫക്റ്റ് എന്താ? വലിയ ക്വാണ്ടിറ്റി തന്നെ അല്ലേ? ആറ് വളരെ വലുതാണ്, എല്ലിനേക്കാൾ വളരെ വലുതാണ് ആർ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ, ഇത് വലുത്, ഇത് വളരെ ചെറുത്, അപ്പോൾ ഡിഫറൻസ് വലുത് തന്നെയായിരിക്കും ആർ സ്ക്വയർ. അങ്ങനെ കൊടുത്താൽ എന്തോ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു പറഞ്ഞേ, ഈസ് ഈക്വൽ ടു 1/4π ε0 ഇൻറ്റു 2pr ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ആർ സ്ക്വയർ ആയി. ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ആർ സ്ക്വയർ ആയി. അപ്പോഴോ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, ആർ റൈസ് ടു 4 എന്ന് പറയുന്നില്ലേ? അതായത് ഈ എൽ സ്ക്വയർ പോയി, ബാക്കി ആർ സ്ക്വയർ ഉണ്ട്, പുറത്തുള്ള സ്ക്വയറും ഉണ്ട്. അപ്പോൾ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആർ റൈസ് എന്തായി? ആർ റൈസ് 4 ആയില്ലേ? ആർ റൈസ് 4 ഒരാറ് ക്യാൻസൽ ആയി പോയില്ലേ? ബാക്കി എത്രയുണ്ട്? ആറ് ക്യാൻസൽ ആയി പോയാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4π ε0 ഇൻറ്റു 2p/r. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ആക്സിയൽ ലൈനിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞേക്കുന്നത്. സംശയമുണ്ടോ? ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടെ തന്നെ എഴുതി നോക്കുക, കൂടെ എഴുതി പോവുക, അതാണ് ഏറ്റവും നല്ലത്. എഴുതി മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈനിലെ ഫീൽഡായി. ഓക്കെ.